ഹലോ കളിക്കൂട്ടുകാരെ, എല്ലാവരും എന്താ ചെയ്യുന്നേ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോം നേഴ്സ് ഹിമ. ഇന്നലെയാണെങ്കിൽ ഒരു നല്ല കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നുള്ളൂ. നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്കിന്നൊരു അണ്ടാപുർച്ചി ഉണ്ടാക്കാം. ചപ്പാത്തി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അണ്ടാപുർച്ചി ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇന്നലെ ഞാൻ പോയത് ഒരു 80 വയസ്സുള്ളൊരു അപ്പൂപ്പൻ തളർന്നിട്ട് കാല് രണ്ടും തളർന്നിട്ട് കിടപ്പിലായിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായി. അപ്പോൾ ഇന്നലെ അവർ നോക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരെല്ലാവരും ഒരു ഫങ്ഷന് പോയ സമയത്ത് ആണ് എന്നെ അവർ നോക്കാനായിട്ട് വിളിച്ചത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പൂപ്പനാണെങ്കിൽ കുറച്ച് കഴപ്പൊക്കെ കൂടുതലായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അപ്പൂപ്പനിങ്ങനെ ഫുള്ളിങ്ങനെ നോക്കി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ സംസാരം ഭയങ്കര സ്വീറ്റായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അപ്പൂപ്പൻ്റെ ടോണൊക്കെ ചെറുതായിട്ടിങ്ങനെ മാറാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു പോയ സമയത്ത് അപ്പൂപ്പൻ ആദ്യം വീട്ടുകാരെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി. പിന്നെ പതുക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, കണ്ടാപ്പുറച്ച് എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പ്. ഇത് രാവിലെ വരെ ഫുൾ പാല് കുടിച്ച് കളിക്കുകയായിരുന്നു. അപ്പൂപ്പൻ്റെ ഒരു 4-5 തവണ പാല് ഞാൻ കുടിച്ചു. ഇപ്പോഴും നല്ല സ്റ്റാമിന ആയിട്ട് 80 വയസ്സായാലും. എഗ് പൊരിച്ച ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല 4 മുട്ട എടുക്കാം. ഞാൻ 4 മുട്ടയൊക്കെ വേണം. ഇത്രയും സ്റ്റാമിന എൻ്റെ കളഞ്ഞില്ലേ. പക്ഷെ അപ്പൂപ്പൻ്റെ പാൽ അത്രയും കുടിച്ചുകൊണ്ട് എനിക്കിപ്പോൾ പ്രോട്ടീൻസ് ഇത്രയ്ക്കൊന്നും വേണ്ട. എന്നാലും എടുക്കാം 4 മുട്ട. പിന്നെ സവാള, തക്കാളി, പിന്നെ വെളുത്തുള്ളി ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. സവാളയും തക്കാളിയും മതി. ബാക്കി പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് എഗ് പൊരിച്ച ഉണ്ടാക്കാം. ആദ്യം പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാള ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാര്യം പറയാം. അപ്പൂപ്പനുണ്ടല്ലോ, എന്നെ കണ്ടപാട് അപ്പൂപ്പനിങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന്. കണ്ടപ്പോഴേ മനസ്സിലായി അപ്പൂപ്പന് നല്ല കഴപ്പുണ്ടെന്ന്. ഞാൻ പതുക്കെ എൻ്റെ സാരി ഞാൻ അപ്പൂപ്പൻ്റെ മുന്നിൽ വെച്ച് മാറി നൈറ്റിയാക്കി. നൈറ്റി ഇട്ടപ്പോൾ കുറച്ച് ടൈറ്റുള്ള നൈറ്റി ഞാൻ ഇട്ടതേ. പിന്നെ ബാക്കൊക്കെ തന്നെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പൂപ്പനെ ഞാൻ തുടയ്ക്കാനായിട്ട് മേലെ ടെപ്പിഡ് സ്പോഞ്ചിങ് കൊടുക്കാനായിട്ട് ഞാൻ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പതുക്കെ മേലെ നിന്നൊക്കെ ഇങ്ങനെ തുടച്ച് താഴേക്ക് ഇങ്ങനെ വന്നപ്പോൾ ചെറുതായിട്ടിങ്ങനെ താഴെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു 2 കാലിൻ്റെ ഇടയിലായിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റി നോക്കിയപ്പോൾ എൻ്റെ അമ്മോ, എന്തൊരു വലിയ സാധന. നമുക്ക് ഈ കുക്കുംബർ സാലഡ് ഉണ്ടാക്കുമ്പോൾ നല്ല മുഴുത്ത കുക്കുംബർ കാണത്തില്ലേ? അതത്ര വലിയ കുക്കുംബർ പോലത്തെ നല്ല മുഴുത്ത സാധനം. അതോ എന്നെ കണ്ടപാടെ ഫുള്ളങ്ങ് വലുതായി കൊലച്ചങ്ങോട്ട് നിൽക്കുക. ഞാൻ പിന്നെ പതുക്കെ കയ്യിലങ്ങ് പിടിച്ചു. അപ്പൂപ്പൻ അപ്പോഴേ പറഞ്ഞു. അപ്പൂപ്പൻ്റെ സംസാരമൊക്കെ ഇങ്ങനെ മാറി. മോളെ നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ അപ്പൂപ്പനിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അയ്യോ, നമ്മുടെ സവാള ഇങ്ങനെ ഇളക്കി വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ടെർമറിക് പൗഡർ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് മുളക് പൊടി, ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ചില്ലി പൗഡർ കരിയാതെ നോക്കണം കേട്ടോ. ചില്ലി പൗഡർ കരിയാതെ നോക്കിയിട്ട് അതിനകത്തേക്ക് 4 എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ചെറിയ തീയിൽ ഇളക്കണം കേട്ടോ മുട്ട. എന്നിട്ട് പതുക്കെ അത് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇത് അടച്ച് വെച്ച് വേവുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി പറയാം. പതുക്കെ ഞാനത് അപ്പൂപ്പൻ്റെ സാധനം ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൂപ്പൻ പറഞ്ഞു, അപ്പൂപ്പൻ കുറേ നാളായി മോളെ ഇതൊക്കെ ചെയ്തിട്ട് മോളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് പതുക്കെ അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പതുക്കെ അതിൽ ഉമ്മ വെച്ചു. എന്നിട്ട്
അത് ഞാൻ പതുക്കെ വായിൽ ചുണ്ടുകൊണ്ടിങ്ങനെ അടുപ്പിച്ചിങ്ങനെ ചെയ്തപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ കുറച്ച് സൂഹിക്കാൻ തുടങ്ങി. നല്ലായിരുന്നു. എന്നിട്ട് പതുക്കെ അത് വായിലിട്ട് നല്ല രീതിക്ക് ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ അപ്പൂപ്പന് എന്നൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം കെയർ ചെയ്ത് കൊടുത്തു. കയറിയിരുന്നു, തിരിഞ്ഞിരുന്നു. അപ്പൂപ്പൻ്റെ കൈയൊന്നും വെറുതെ ഇരുന്നില്ല കേട്ടോ. ഞാൻ അപ്പൂപ്പൻ്റെ ഇത് വാഗൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ കൈ എൻ്റെ താഴെ തന്നെ ആയിരുന്നു. അത് കണ്ടപ്പോഴേ എൻ്റെ എല്ലാം ഫുൾ വെള്ളം അങ്ങനെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്താ എൻ്റെ മേലെ കയറിയിരുന്ന് ചെയ്തു കൊടുത്തു. എൻ്റെ വെള്ളം തെറിച്ച് നേരെ അപ്പൂപ്പൻ്റെ മുഖത്തേക്കാണ് വീണത്. അതൊക്കെ അപ്പൂപ്പന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു 4-5 തവണ വീട്ടുകാരില്ലാത്ത ഒരു നൈറ്റ് ഒരു 4-5 തവണ പോയി. എന്തോരം പാലായിരുന്നു, അത്രയ്ക്ക് ഉണ്ടായിരുന്നു പാല് കട്ടിപ്പാല്. ഇതൊന്നും ഇത്ര നാളും ചെയ്യാത്തതുകൊണ്ടായിരിക്കണം അപ്പൂപ്പൻ കട്ടിപ്പാലെല്ലാം ഞാൻ കുടിച്ചു. ഒരു തവണ മാത്രം അകത്ത് പോയി, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള തവണ ഒരു 5 തവണ ചെയ്തതിൽ 4 തവണത്തെ പാല് ഞാൻ മുഴുവനും കുടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ വയസ്സായ ആൾക്കാർക്ക് ഒടുക്കത്തെ കഴപ്പായിരിക്കും, ഭയങ്കര കഴപ്പാണ്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ഓക്കേ, അങ്ങനെ കൂട്ടുകാരെ, എൻ്റെ വിശപ്പ് തീർക്കാനായിട്ട് അണ്ടാ ചപ്പാത്തി ഞാൻ റെഡിയാക്കി. അപ്പോൾ ഇന്നലത്തെ കളി നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. ഇനി ഇതുപോലത്തെ കളികളുടെ കഥയുമായിട്ട് പിന്നെ എൻ്റെ കുറച്ച് റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ കളിക്കൂട്ടുകാരെ, എല്ലാവരും നമ്മളുടെ ജീവിതം ഒന്നുള്ളൂ, കളിച്ചങ്ങോട്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വീഡിയോസായിട്ട് വരും. അപ്പോൾ എൻ്റെ വീഡിയോസിന് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ. ഓക്കെ കളിക്കൂട്ടുകാരെ, ബൈ ബൈ.